മക്കളെ വെൽക്കം ബാക്ക് ടു റാൻസ് ലേണിംഗ് പോർട്ടൽ. ഹായ്, 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന മക്കളെ, ക്രിസ്മസ് എക്സാമിന്റെ ടൈം ടേബിൾ വന്നിരിക്കുന്നു. യെസ്, ഓഫ് കോഴ്സ്, നിങ്ങളുടെ ആകാംക്ഷയോട് കൂടി കാത്തിരിക്കുന്ന ക്രിസ്മസ് എക്സാമിന്റെ ടൈം ടേബിൾ വന്നിരിക്കുന്നു. അപ്പൊ സാറ് എന്നാണ് ആ ടൈം ടേബിൾ അത് ഇങ്ങോട്ട് പറഞ്ഞാണ്. എക്സാം ആണ് അല്ലേ? നിങ്ങൾ എപ്പോഴും ആലോചിക്കേ, ഓണം വരുന്ന സമയത്ത് ഭയങ്കര ഹാപ്പി ആവേണ്ട സമയമാണ് അന്ന് എക്സാം, ഓണ പരീക്ഷ മൂഞ്ചി അല്ലേ? ക്രിസ്മസ് ഹാപ്പി ആവേണ്ട സമയം എക്സാം മൂഞ്ചി അല്ലേ? എന്താ ചെയ്യാ സാരല്ല, പഠിക്കാ ഓഫ് കോഴ്സ്. അപ്പൊ 9th ക്രിസ്മസ് എക്സാം 2024-25 ടൈം ടേബിൾ നോക്കിക്കോളൂ മക്കളെ. 11ാം തീയതി, അതെ, ഡിസംബർ 11ാം തീയതി ട്ടോ. എന്നാണ് പറ? 10 മണി മുതൽ 12:45 വരെ ഹമാരാ പ്യാരാ മേരാ സോഷ്യൽ സയൻസ്. യെസ്, ഓഫ് കോഴ്സ്, SS ആണ് ട്ടോ മക്കളെ, SS. അത് കഴിഞ്ഞാലുടൻ അടുത്തത് 12ാം തീയതിയാണ് മക്കളെ. 12ാം തീയതി. സി, എന്തിനാണ് നമ്മൾ ഇതൊക്കെ നിങ്ങൾ പറഞ്ഞു തരുന്നത് അറിയോ? നമുക്ക് ഇനി കുറച്ച് സമയമേ ഉള്ളൂ പഠിക്കാന്. നിങ്ങൾ നിർബന്ധമായിട്ടും അതിലേക്ക് സെറ്റ് ആയിരിക്കണം. ഡാൻസ് കാണോണ്ടിരിക്കുന്ന അവര് പഠിക്കുന്നില്ല എന്ന് പറഞ്ഞ എന്തിട്ട് കാര്യം? റെഡിയാണ്, പഠിക്കാൻ റെഡിയാണ്. ഓഫ് കോഴ്സ്. അപ്പൊ നിങ്ങൾ റെഡി ആയിക്കോളൂ. നിങ്ങളുടെ ഇവിടെ കട്ടക്ക് ഞങ്ങൾ ഉണ്ടായിരിക്കും. ചൊവ്വാഴ്ച 2 എക്സാം ഉണ്ട് അല്ലേ? ഓഫ് കോഴ്സ്. രാവിലെ ഉച്ചന് ശേഷം ഉണ്ട്. രാവിലെ 10 മണി മുതൽ 11:45 വരെ ഹിന്ദി. ഹമാരാ പ്യാരാ രാഷ്ട്രഭാഷ. ഓഫ് കോഴ്സ്, ഓഫ് കോഴ്സ്. അതിനുശേഷം 1:30 to 4:15 വരെയുള്ളത് അല്ലെ, കലാകായിക അല്ലെ, പരിചയ അല്ലെ, വർക്ക് എക്സ്പീരിയൻസ് ആട്ടോ. മക്കളെ പൊളിക്കാട്ടോ ആ സമയം എന്ന് പറയുന്നത്. അതിലൊരു എക്സാമ്പിൾ ആളുകൾ കിട്ടോ, എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല, അതിൽ പങ്കെടുക്കുന്ന കുറെ കുട്ടികൾക്ക് ഉണ്ടാവും. നെക്സ്റ്റ് 16ാം തീയതി ഡിസംബർ 16ാം തീയതി ഉച്ചക്ക് മുന്നേ, അതെ, the one and only, yes sir, പറയൂ. മാത്സ് 80 മാർക്കിനാണ് അല്ലേ? SSR എത്ര മാർക്കിനാ ടോട്ടൽ? 80 അല്ലേ? സി, മാത്സ് 80, ഹിന്ദി 80 അല്ലേ? സോറി, ഹിന്ദി 40 അല്ലേ? 40 ആണ്, സോറി, 40. നെക്സ്റ്റ് നോക്കിക്കോളൂ. 17ാം തീയതി, 17ാം തീയതി വ്യാഴാഴ്ച, സോറി ചൊവ്വാഴ്ച, ട്യൂസ്ഡേ. സോറി, യെസ് ഓഫ് കോഴ്സ്. ഞാൻ ഇവിടെ അറിയാണ്ട് ശ്രദ്ധിച്ചായിട്ടോ. ഇവിടെ തിങ്കൾ കഴിഞ്ഞാൽ പിന്നെ ചൊവ്വ അല്ലെ, മൺഡേ കഴിഞ്ഞാൽ ട്യൂസ്ഡേ. ആകെ കൺഫ്യൂഷൻ ഉള്ളത് ഈ ട്യൂസ്ഡേയും തേഴ്സ്ഡേയും മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. ഓക്കെ, ഫൈൻ. ഓക്കെ, അങ്ങനെ ചൊവ്വാഴ്ച ഉച്ചക്ക് മുന്നേ 10:45 മുതൽ അല്ലെ, സോറി 10 മണി മുതൽ 11:45 വരെ. റെഡി. കെമിസ്ട്രി. ഈ കുട്ടികൾക്ക് ഇല്ലേ, സത്യത്തില് 9ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഭയങ്കര ഒരു ടഫായിട്ട് ഇനി ഫീൽ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ ഒരു ചൊവ്വാഴ്ച ആയിരിക്കും. കാര്യം എന്താന്ന് വെച്ചാല് അന്ന് രാവിലെ കെമിസ്ട്രിയും ഉച്ചക്ക് ശേഷം അപ്പൊ നിങ്ങളുടെ ടഫ് കളയാൻ വേണ്ടിയിട്ട്, നിങ്ങൾക്ക് എക്സാം ഈസി ആവാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ കൂടെ റാൻസ് ഉണ്ടായിരിക്കും മക്കളെ. ഈ എക്സാമിന്റെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണേ. റാൻസ് ഉണ്ട് കേട്ടോ നിങ്ങളെ കൂടെ. ആരുണ്ട് പറ? റാൻസ് ഉണ്ട്. No fear, അല്ലെ? Don't fear because we are here. ഞങ്ങൾ ഇവിടെ ഉണ്ടല്ലോ. എന്തിനു പേടിക്കണം നിങ്ങള്? അടുത്ത 18ാം തീയതി മക്കളെ, ബുധനാഴ്ച. ഓഫ് കോഴ്സ്, 2 പരീക്ഷ ഉണ്ട്. ഓക്കെ, പക്ഷെ കുഴപ്പമില്ലാത്ത മക്കളെ. ഒന്ന് നമ്മളെ ആംഗലേയ ഭാഷ, ഇംഗ്ലീഷ്. ഞാൻ തകർത്താടിത്തരോടാ നിങ്ങൾക്ക്. നിങ്ങളുടെ ഇംഗ്ലീഷ് ഈ വർഷം പുസ്തകം മാറിയതിനു ശേഷം എല്ലാവരും ടഫാണെന്ന് പറയുമ്പോഴും ഞാൻ പറയുന്നു, that will be very easy. I repeat, that will be very easy because I know എങ്ങനെയാണ് ക്വസ്റ്റ്യൻ പേപ്പർ വരാമെന്ന് എനിക്കറിയാടാ. ഞാൻ കറക്റ്റ് പറഞ്ഞുതരും, അതുപോലെ ഫോളോ ചെയ്താൽ മതിട്ടോ. അതായിരിക്കും ഉത്തരം. ബയോളജി. അന്ന് തന്നെ ഉച്ചയ്ക്ക് ശേഷം എന്താണ് ബയോളജിയുടെ എക്സാം ഉണ്ട്. ഹൈലി ടാലന്റഡ്, ഹൈലി മോട്ടിവേറ്റഡ്, എന്താ പറയാ. പക്ഷെ ഇവർക്ക് നോക്കൂ നിങ്ങൾ, എക്സാമിന് 1 2 3 4 5 6 ഡേയ്സിലെ കംപ്ലീറ്റ് എക്സാം കഴിഞ്ഞു എന്നുള്ളതാണ്. ഇവിടെ ഒരു കാര്യം നോക്കൂ നിങ്ങൾ. തിങ്കൾ കഴിഞ്ഞ് ചൊവ്വ കഴിഞ്ഞിട്ടോ, പിന്നെ ബുധനും കഴിഞ്ഞില്ലേ, പിന്നെ വ്യാഴം അല്ലെ. ഇവിടെ നോക്കുക, ബുധൻ വ്യാഴം കഴിഞ്ഞതിന് ശേഷം ഇവർക്ക് വെള്ളി ലീവാണ്. വെള്ളിയില്ല, ശനിയില്ല, ഞായറില്ല. ഇതൊക്കെ എന്താണ് പറ, ലീവാണ്. 3 days ഓഫ് ഉണ്ട്. ഈ 3 days ഓഫ് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നതാണെന്ത്, മാത്സും, പിന്നെ വരുന്നതാണെന്ത്, കെമിസ്ട്രിയും അല്ലെ. ഓരോ ദിവസം വിഷയം സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റും കേട്ടോ. ഫൈനൽ 19/12/2024 വ്യാഴാഴ്ച
ലാസ്റ്റ് ഡേയിൽ അല്ലേ ലാസ്റ്റ് ഡേ നിങ്ങളുടെ എക്സാം വളരെ ഈസി അല്ലേ ലാംഗ്വേജ് ഫോർനൂൺ ഉച്ചക്ക് മുന്നേ നിങ്ങളുടെ ഫസ്റ്റ് ലാംഗ്വേജും ആഫ്റ്റർനൂണിൽ വരുന്നത് പറയാം സെക്കൻഡ് ലാംഗ്വേജ് ആണ് കേട്ടോ സെക്കൻഡ് ലാംഗ്വേജ് ആണ് നിങ്ങൾക്ക് വരുന്നത് ഫസ്റ്റ് ലാംഗ്വേജ് സെക്കൻഡ് ഈസ് ഈക്വൽ ടു സെക്കൻഡ് ലാംഗ്വേജ് അപ്പൊ മൈ ഡിയർ സ്റ്റുഡൻസ് ഗെറ്റ് റെഡി പഠിച്ചു തുടങ്ങിക്കോളൂ ഇനിയും തുടങ്ങാത്തവരാണോ നിങ്ങൾ എങ്കിൽ ഞങ്ങളുടെ കൂടെ നിന്നുള്ളൂ റാൻസ് നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും താങ്ക് യു വെരി മച്ച്